ഇന്നത്തെ ചെറുപ്പക്കാർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് വന്ധ്യത. കുട്ടികൾ ഉണ്ടാകാത്ത ഒരു സാഹചര്യം. പലപ്പോഴും ഇതിനുവേണ്ടി ടെസ്റ്റുകൾക്ക് പോകുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രോബ്ലം പോലെ തന്നെ ഒരു 40% പ്രശ്നം പുരുഷ ബീജത്തിന്റെ ക്വാളിറ്റി കുറവുകൊണ്ട് സംഭവിക്കാറുണ്ട്. പലപ്പോഴും പുരുഷ ബീജങ്ങളുടെ അളവ് പരിശോധിക്കുന്ന സമയത്ത് ചലനശേഷി കുറഞ്ഞവ, പുരുഷ ബീജങ്ങൾ ഡെഡ് ഫോംസ്, അതായത് ചത്ത പുരുഷ ബീജങ്ങളുടെ അളവ് കൂടുതൽ, ആരോഗ്യമില്ലാത്തവ, അതുപോലെ DNA റിപ്പയർ ആയിട്ടുള്ള പുരുഷ ബീജങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാണുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പുരുഷ ബീജങ്ങളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു പുരുഷനും അടുത്ത ജനറേഷൻ, അടുത്ത തലമുറ ഉണ്ടാകുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പുരുഷ ബീജങ്ങളുടെ ആരോഗ്യം വർദ്ധിക്കുന്നതിനും ചലനശേഷി വർദ്ധിക്കുന്നതിനും കഴിക്കേണ്ട ചില ഭക്ഷണങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത് ബ്രസീൽ നട്ടാണ്. നമ്മുടെ അടുത്തുള്ള മാർജിൻ ഫ്രീ ഷോപ്പുകളിൽ നട്ട്സ് വാങ്ങിക്കാൻ കിട്ടുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് ബ്രസീൽ നട്ട്, ചക്കക്കുരുവിന്റെ വലിപ്പത്തിലുള്ള ബ്രസീൽ നട്ട് വാങ്ങിക്കുക. 100 ഗ്രാമിന് ഏകദേശം 300 രൂപ വരെ വിലയുണ്ട്. കാഴ്ചയ്ക്ക് ചക്കക്കുരു പോലിരിക്കും, ചക്കക്കുരു അല്ല. ബ്രസീൽ നട്ട് ദിവസം 2 എണ്ണം കഴിക്കുക. ഏറ്റവും ഉയർന്ന അളവിൽ സെലീനിയം അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് ബ്രസീൽ നട്ട്. ഇത് പുരുഷ ബീജങ്ങളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. നിങ്ങൾക്ക് ഷെൽ ഫിഷുകൾ, പ്രത്യേകിച്ച് കക്ക, ഞണ്ട്, കുഞ്ചു പോലുള്ളവ കഴിക്കുന്നതിനകത്തും സെലീനിയം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ് ചെറിയൊരു പീസ് കഴിക്കുന്നത് പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ബേക്കറികളിൽ കിട്ടുന്ന ചോക്ലേറ്റ് വാങ്ങി കഴിക്കരുത്. നിങ്ങൾക്ക് ഷുഗർ കണ്ടന്റ്, മധുരം ഒട്ടുമില്ലാത്ത, നാവിൽ വെച്ചാൽ കയ്പ് അനുഭവപ്പെടുന്ന, ശരീരത്തിൽ ഹോർമോണുകളെ ഉത്പാദിപ്പിക്കാൻ കഴിവുള്ള ഡാർക്ക് ചോക്ലേറ്റ് ദിവസം ഒരു ചെറിയ പീസ് കഴിക്കുക. പുരുഷന്മാർക്ക് ടെസ്റ്റോസ്റ്ററോൺ ഉത്പാദിപ്പിക്കുകയും പുരുഷ ബീജങ്ങൾ അതുവഴി വർദ്ധിക്കാൻ സഹായിക്കുകയും ചെയ്യും. മൂന്നാമത്തത് മത്തങ്ങാക്കുരുവാണ്. മത്തങ്ങാക്കുരു ദിവസവും 2 ടീസ്പൂൺ കഴിക്കാൻ നോക്കുക. ഏറ്റവും ഉയർന്ന അളവിൽ സിങ്ക് അടങ്ങിയിട്ടുള്ളത് മത്തങ്ങാക്കുരുവിലാണ്. സിങ്ക് ഈ പുരുഷ ബീജങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വളരെ പങ്കുവഹിക്കുന്നുണ്ട്. ദിവസം 1 അല്ലെങ്കിൽ 2 മുട്ട കഴിക്കുക. മുട്ടയ്ക്കകത്തുള്ള കോളിൻ ആൻഡ് മൾട്ടി വൈറ്റമിൻസ്, അമിനോ ആസിഡ്സ് 7ന്റെ ക്വാളിറ്റി, അതായത് പുരുഷ ബീജത്തിന്റെ ശുക്ലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. വെളുത്തുള്ളി ദിവസത്തിൽ 2-3 അല്ലി കഴിക്കാൻ നോക്കുക. വെളുത്തുള്ളിക്കകത്ത് ഇറങ്ങിയിട്ടുള്ള അല്ലിസിൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡ് പുരുഷ ബീജത്തിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പുരുഷന്റെ സ്ക്രോട്ടത്തിലേക്ക്, ടെസ്റ്റിസിലേക്കുള്ള രക്തഓട്ടം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. ദിവസം 2-3 അല്ലി ചവച്ച് കഴിക്കുകയോ സാലഡിനകത്ത് ചേർത്ത് കഴിക്കുകയോ ചെയ്താൽ മതിയാവും. ഇനി കഴിക്കേണ്ടത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോക്കകത്ത് ലൈക്കോപ്പീൻ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട്. ലൈക്കോപ്പീൻ ബീജങ്ങളുടെ ചലനശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. പലപ്പോഴും ചലനശേഷി ഇല്ല, ഡെഡ് ഫോംസ് ഉള്ളവര് ദിവസത്തിൽ 1-2 ടൊമാറ്റോ ചവച്ച് കഴിക്കുകയോ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുകയോ ചെയ്യുക. അപ്പോൾ പുരുഷ ബീജങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് ഈ എന്തെല്ലാം ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക.